പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് 2025 ഡിസംബർ 31. ഇന്നത്തെ രാത്രിയോടെ നമ്മള് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ പുതിയൊരു വർഷം റാഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും വർഷമാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയായിരിക്കും. അപ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇസ്ലാമിക ചട്ടക്കൂട്ടിലായിരിക്കണം നമ്മുടെ ന്യൂ ഇയർ ആഘോഷം. ന്യൂ ഇയർ ആഘോഷിക്കാൻ പാടില്ല എന്നല്ല, ആഘോഷിക്കുന്നത് ചട്ടക്കൂട്ടിലായിരിക്കണം. അല്ലാഹുവിനോട് നല്ലൊരു വർഷമാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടും, അതല്ലാതെ ഒരുപാട് ആർപ്പാടങ്ങളിലൂടെ വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ദുആ ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ഒരുപാട് ആത്മീയപരമായ കാര്യങ്ങളിലൂടെ വരണമെന്നുമാണ് എൻ്റെ ഒരു നിലപാടുള്ളത്. എനിക്ക് ഞാൻ മറ്റു തെറ്റിദ്ധാരണകൾ കൊണ്ട് പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോ മറ്റു തെറ്റിദ്ധാരണകൾ കൊണ്ട് പറയണത് വിചാരിക്കരുത്. ഞാൻ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. അപ്പോ എല്ലാവരും നല്ലൊരു വർഷമാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. മറ്റാഘോഷങ്ങളിലൊന്നും പോയിപ്പെടാതെ ആത്മീയപരമായ കാര്യങ്ങളിൽ പങ്കുചേരുക. മറ്റേ ന്യൂ ഇയർ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാവും, ആ വേദിയിലൊക്കെ പങ്കുകൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ ആഘോഷങ്ങളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുന്ന രീതിയിൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വർഷം നമ്മളിലേക്ക് എല്ലാവരിലേക്കും വരികയാണ്. അല്ലാഹു തആല സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പുതിയൊരു വർഷമാക്കി നമ്മളെ എല്ലാവരെയും മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.